എൻ്റെ പേര് മേഴ്സി. വേലുപാടം ഇടവയിൽ നിന്ന് വരുന്നു. എനിക്ക് മൂത്രസഞ്ചി ഇറങ്ങി വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബെൽറ്റ് കെട്ടി പണിയെടുത്തപ്പോൾ. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ മരിച്ചു പോയി എൻ്റെ അമ്മേരെ കമ്മലും മോതിരവും എടുത്ത് കാതിലിട്ടു. 15 വർഷമായി അമ്മ മരിച്ചിട്ട്. ഞാൻ ഇട്ടിരുന്നില്ല. അന്നാണ് ആദ്യം ഇട്ടത്. അതിന് ശേഷം ഞാൻ നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം മൂത്രം പോയിക്കൊണ്ടിരുന്നു. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും രണ്ടും കൂടി പോവും. ഒന്നും പോവും രണ്ടും പോവും. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമിച്ചു. അത്ഭുതജമാല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിലത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ കമ്മൽ ഊരി വെച്ചില്ല. കഴിഞ്ഞ ഓണത്തിന് എൻ്റെ മോള് സിസ്റ്റർ ഇവിടെ വന്ന് ധ്യാനം കൂടി. ജംസി. അവൾ പറഞ്ഞു, അമ്മൂമ്മയുടെ കമ്മലും മോതിരം ഊരി വെക്കി, അമ്മയുടെ മൂത്രപ്പോക്ക് നിൽക്കുന്നു പറഞ്ഞു. ഞാനത് അവൾ പറഞ്ഞപ്പോൾ ചെയ്തു. ഇവിടുന്ന് കൊണ്ടുവന്ന തൈലവും ഉപ്പെല്ലാം കഴിച്ചു. അതിനുശേഷം കമ്മല് ഊരിയതിന് ശേഷം എനിക്ക് മൂത്രപ്പോക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടില്ല. 11 മാസം ഞാൻ നല്ലൊരു കൈയോടി കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വലുതും 11 മാസം ഞാൻ തുണി എടുത്ത് കഷ്ടപ്പെട്ട് നിരാശയായിരുന്നു എനിക്ക്. ഈ ഒരൊറ്റ രോഗം മൂലം അല്ലേ? മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും നടക്കുമ്പോഴും പോയിക്കൊണ്ടിരിക്കും. എവിടേക്ക് ഞാൻ പോകുന്നുണ്ടായില്ല യാത്ര ചെയ്യാൻ. കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവർ, ഈ ചേച്ചി പറഞ്ഞ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ചേച്ചിയുടെ അമ്മ മരിച്ചു പോയി. പിന്നീട് ഈ അമ്മയുടെ ഈ കമ്മൽ, അമ്മ മരിച്ച അമ്മയുടെ കമ്മൽ എടുത്ത് ഊരി ഈ ചേച്ചി കമ്മലിട്ടു. കമ്മലല്ല ഇട്ടത്, കമ്മലും മോതിരിട്ടു. അതിനുശേഷം ഈ ചേച്ചിക്ക് ഒരു രോഗം ആരംഭിക്കുകയാണ്. ഈ അറിയാതെ ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? 1ഉം 2ഉം ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. 11 മാസം അല്ലേ? ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം പിന്നെ 11 മാസം ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ എല്ലാ വർഷവും ഓണത്തിൻ്റെ ആ ഒരു മുടക്കിനാണ് നമുക്ക് ഏൽറുഹയിൽ സിസ്റ്റേഴ്സിനുള്ള താമസമുള്ള ധ്യാനം. അപ്പോൾ അതിൽ ഈ മകളുടെ ഈ ചേച്ചിയുടെ മോള് വന്ന് പങ്കെടുത്തു. അപ്പോൾ അതിൽ ഈ സിസ്റ്റർ കണ്ടപ്പോൾ സിസ്റ്റർക്ക് അപ്പോഴാണ് ഈ തിരിച്ചറിവ് കിട്ടിയത്. സിസ്റ്റർ പോയിട്ട് അമ്മയോട് പറയാം, അമ്മയുടെ ഈ രോഗം മാറും, എന്താ ചെയ്യേണ്ടത്? ഏൽറുഹയിൽ നിന്ന് കിട്ടിയ പുതിയ ബോധ്യം കിട്ടുകയാണ്. ഈ അമ്മാമ്മയുടെ കഴുത്തിൽ കമ്മലിട്ടതൊക്കെ അഴിച്ചു മാറ്റുക, അല്ലെങ്കിൽ ആ മോതിരിട്ടതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്ക്. ഈ അമ്മച്ചി അത് ഊരി മാറ്റിയപ്പോൾ ഇതുവരെ പിന്നീട് അങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയൊടി കൊടുത്തേ കണ്ടോ? മനസ്സിലായോ? അതാണ് എൻ്റെ സ്നേഹമുള്ളവരെ ഈ സാക്ഷ്യപത്രം. ശ്രദ്ധിക്കുക നിങ്ങളിവിടെ. ഈ സാക്ഷ്യപത്രം നിങ്ങൾ വാങ്ങുക. ഈ സാക്ഷ്യപത്രത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു, മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കാമോ? കത്തോലിക്ക സഭ എന്താണ് പഠിപ്പിക്കുക? ശ്രദ്ധിക്കുക. മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കാമോ? കത്തോലിക്ക സഭ എന്താണ് പഠിപ്പിക്കുന്നത്? മനസ്സിലായോ? അത് നിങ്ങൾ വായിക്കുക. ഇത് വായിക്കുക എന്നതിലുപരിയായിട്ട് ഇതിൻ്റെ വീഡിയോ ഒരു 3 ആഴ്ച മുമ്പ് അച്ഛൻ ഇവിടുന്ന് പ്രസംഗം പറഞ്ഞത് ഈ ഒരു കാര്യത്തെ പറ്റിയാണ്. അത് വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് കാണുന്നതായിരിക്കും കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുക. അറ്റ്ലീസ്റ്റ് ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറേ അറിവ് കിട്ടും. പക്ഷേ ആ വീഡിയോ ഒന്ന് കാണുക. മരിച്ചവരുടെ വസ്തുക്കൾ കളയേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ചില വസ്തുക്കൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് ഏതൊക്കെ വസ്തുക്കളാണെന്നൊക്കെ സഭ പഠിപ്പിക്കുന്നു. കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കുക. അതനുസരിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇപ്പം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ചേച്ചിയുടെ പോലെയുള്ള എത്ര ചികിത്സിച്ചിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ടും മാറാത്ത ചില രോഗപീഠകളുണ്ടല്ലോ, അതൊക്കെ അത്ഭുത രോഗശാന്തി നിങ്ങൾക്ക് കിട്ടും കേട്ടോ.